ബിഗ് ബോസ് സീസൺ 8 മലയാളം അഗ്നിപരീക്ഷ എപ്പിസോഡ് 8ൻ്റെ റിവ്യൂ. ഇന്നത്തെ എപ്പിസോഡിൽ 4 പേരാണ് ഔട്ടായിരിക്കുന്നത്. പാർവതി, ഷിഞ്ചിത്ത്, പ്രവീൺ, രചന തുടങ്ങിയവർ. 20 പേരിൽ നിന്ന് ഇപ്പോൾ 16ലേക്ക് ചുരുങ്ങിയിരിക്കുന്നു. ഇവരാണ് ഇപ്പോൾ ശരിക്കും പുറത്തു പോകേണ്ടത്. എന്താണ് പ്രേക്ഷകരുടെ അഭിപ്രായം? ആരെങ്കിലുമൊക്കെ സേഫായിട്ട് കയറിയിരിക്കുന്നുണ്ടോ? രജിത് കുമാർ, വീണ നായർ എന്നിവർ ഇന്ന് ഗസ്റ്റ് ജഡ്ജായി ബിഗ് ബോസിൽ വന്നിട്ടുണ്ട്. ഇന്നത്തെ ഒരു രസകരമായ ടാസ്ക്കായിരുന്നു കൂട്ടുകക്ഷി ടാസ്ക്. വ്യക്തിഗത ടാസ്ക് ആണെങ്കിൽ കൂടിയും ഗ്രൂപ്പ് ചേർന്ന് കളിക്കണം. വിജയിക്കാൻ വേണ്ടി ശരിയായ സമയത്ത് ശരിയായ കൂട്ടുകക്ഷികളെ കണ്ടെത്തേണ്ടതുണ്ട്. നിശ്ചിത റൗണ്ടിൽ അവതാരിക ഓരോ നമ്പർ ഓരോ സമയത്ത് പറയും. ആ തന്നിരിക്കുന്ന നമ്പറിനനുസരിച്ച് തന്നിരിക്കുന്ന ബോക്സിൽ ആളുകൾ കണ്ടെത്തി ഗ്രൂപ്പ് ചേർത്ത് അവിടെ സ്ഥാനം പിടിക്കണം. തന്നിരിക്കുന്ന നമ്പർ കുറയാനോ കൂടാനോ പാടില്ല. തന്നിരിക്കുന്ന നമ്പർ 5 ആണെങ്കിൽ 5 പേര് ഒരു ഗ്രൂപ്പിൽ ഉണ്ടായിരിക്കണം. തങ്ങളുടെ ഗ്രൂപ്പിൽ 4 പേരുള്ളെങ്കിൽ ഏതെങ്കിലും ഗ്രൂപ്പിൽ നിന്ന് ഒരാളെ കൺവിൻസ് ചെയ്ത് തങ്ങളുടെ ഗ്രൂപ്പിൽ ചേർത്ത് ഗ്രൂപ്പ് പൂർത്തീകരിക്കണം. പൂർത്തിയാകാത്തവർ പുറത്താകും. ചിലർ അഗ്രസീവ് കളിയാണ് കളിച്ചിട്ടുള്ളത്. രാകേഷൊക്കെ അതിന് ഉദാഹരണമാണ്. ജഡ്ജി ചോദിക്കുകയും ചെയ്തു, ഇതുവരെ അഗ്രസീവ് ആവാത്ത രാകേഷിന് എന്ത് പറ്റിയെന്ന്. ഷിബിനെയൊക്കെ ബേബി മെറ്റീരിയൽ തന്നെയാണ്. ഓരോ ഗ്രൂപ്പിൽ കയറിപ്പറ്റാനും മറ്റുള്ളവരെ കൺവിൻസ് ചെയ്യാനൊക്കെ ശ്രമിക്കുന്നുണ്ടായിരുന്നു. ചിലരിലേക്ക് പൊട്ടൻഷ്യൽ മനസ്സിലാക്കാൻ ഈ ടാസ്ക് കാരണമായിട്ടുണ്ട്. ബിഗ് ബോസ് ഹൗസിൽ കയറാൻ യോഗ്യതയുള്ളവർ ആരൊക്കെ എന്ന് നിങ്ങൾക്ക് തോന്നുന്നത് ആരാണ്? കമൻറ്റ് ചെയ്യൂ. ഒട്ടും യോഗ്യതയില്ലാത്തവരും ആരൊക്കെയാണ്? അതും കമൻറ്റ് ചെയ്യൂ. ഇപ്പോഴത്തെ 16 പേരിൽ നിന്ന് ഇനി 12ലേക്ക് വരും. 12ലേക്ക് വന്നാൽ വോട്ടിംഗ് വരും. വോട്ടിംഗ് വന്നാൽ അർഹതയുള്ളവർക്ക് മാത്രം വോട്ട് ചെയ്യുക. ബിഗ് ബോസിൽ വോട്ട് ചെയ്തതുപോലെ പ്രേക്ഷകർ അഗ്നിപരീക്ഷയ്ക്ക് വോട്ട് ചെയ്യുമോ എന്ന് സംശയമുണ്ട്. പ്രേക്ഷകരെ സ്വാധീനിക്കാൻ അഗ്നിപരീക്ഷയിലെ മത്സരാർത്ഥികൾക്ക് കഴിഞ്ഞിട്ടുണ്ടോ? നിങ്ങൾ പറയുക, കമൻറ്റ് ചെയ്യൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബും ലൈക്കും ഷെയറും ചെയ്യണേ. ആരാണ് നിങ്ങളുടെ ഇഷ്ടപ്പെട്ട മത്സരാർത്ഥികൾ? കമൻറ്റ് ചെയ്യൂ. നിങ്ങൾക്ക് താല്പര്യമില്ലാത്തവരെയും കമൻറ്റ് ചെയ്യൂ.